അടുത്തടുത്ത വീടുകൾ അല്ലെങ്കിൽ മതിലുകളില്ലാത്ത വീടുകളൊക്കെ പറയുന്നത് അത്തരത്തിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചുരുളി എന്ന് പറയുന്ന പ്രദേശം. അത്രയേറെ അടുത്തിടപഴകി ജീവിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളതൊക്കെ തന്നെ. വളരെയധികം ആത്മബന്ധമുള്ളവരാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ തന്നെ പരസ്പരം സഹകരിച്ചും അടുത്തിടപഴകിയും ജീവിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ വിദ്യാർത്ഥിയും അവിടെയുള്ള ഓരോ വീട്ടുകാർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവരാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവരുടെ ആ നാട്ടിലെ മറ്റു വിദ്യാർത്ഥികളൊക്കെ തന്നെ കൂടുതലും പഠനത്തിനായി ആശ്രയിക്കുന്നത് ഇതേ വിദ്യാലയങ്ങളിൽ തന്നെയാണ്. അവർ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുക പനയമ്പാടം GUP സ്കൂൾ പനയമ്പാടം എന്ന് പറയുന്ന സർക്കാർ വിദ്യാലയത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് 8ാം ക്ലാസ്സിലേക്ക് 8, 9, 10 ക്ലാസ്സുകളിലേക്കായി വിദ്യാർത്ഥികൾ പിന്നീട് ഉപരിപഠനത്തിനായി ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകും. ഞാൻ ഉൾപ്പെടെയുള്ള ഈ കരിമ്പയിലെ 100കണക്കിന് 1000കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഈ കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൻ്റെ 50ാം വാർഷിക ആഘോഷമാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത്. ആ സ്കൂളിൻ്റെ 50ാം വാർഷിക ആഘോഷത്തിൻ്റെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു അവിടുത്തെ സ്കൂളിൻ്റെ PTA കമ്മിറ്റിയും അവിടെയുള്ള അധ്യാപകരും ഞങ്ങളടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും. പക്ഷേ അത്തരമൊരു ആഘോഷത്തിൻ്റെ തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു ദുരന്തം ഈ സ്കൂളിന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വേദനയിലേക്ക് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും തള്ളിയിട്ടതും അതുകൊണ്ട് തന്നെയാണ്. ഒരുമിച്ച് 1ാം ക്ലാസ് മുതൽ തന്നെ ഒരുമിച്ച് പഠിച്ചവരാണ് ഈ വിദ്യാർത്ഥികളിലേറെ. ഇപ്പോൾ ഈ 4 പേരെയും കാണാനെത്തുന്ന ഓരോ വിദ്യാർത്ഥികളും 1ാം ക്ലാസ് മുതൽ തന്നെ ഒപ്പം ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ച് വളർന്നിരുന്ന വിദ്യാർത്ഥികളാണ്. അത്തരത്തിലേറെ സാധാരണക്കാർ പഠിക്കുന്ന 2 വിദ്യാലയങ്ങളാണ് ഈ പനയമ്പാടം GUP സ്കൂളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമ്പയും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ്. അതിൽ നിന്ന് 4 പേരാണ് ഒരു കുടുംബങ്ങളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ ഒരു സുഹൃത്തുക്കൾക്ക് അപ്പുറമുള്ള ആത്മബന്ധത്തിലൂടെ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളിൽ 4 പേരെയാണ് ഒരേ ദിവസം തന്നെ അവർക്ക് നഷ്ടമാകുന്നത്. അതിൻ്റെ വേദന എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാനാത്ത വേദനയാണ്. ഇവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥി ഇവർ അവസാനമായി ഒരു നാൾക്ക് കാണാനെത്തുന്ന ഓരോ മനുഷ്യരും കണ്ണ് നിറച്ച് കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും വിങ്ങിപ്പൊട്ടി അവരെ മുഖവും കണ്ണുമെല്ലാം കൈകൊണ്ട് പൊത്തി കടന്നു പോകുന്ന അവസ്ഥ. കാരണം അവർക്ക് ആ സങ്കടം അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. സ്കൂൾ അധ്യാപകരാണെങ്കിലും സഹപാഠികളുമാണെങ്കിലും ഒക്കെ അത്തരത്തിൽ കരച്ചിൽ പോലും ഒന്ന് അടക്കാൻ പോലും ആവാതെ ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ അത്രയും അടുത്ത ബന്ധം ഉത്സവ നാളുകളിലാണെങ്കിലും സ്കൂളിൻ്റെ ആഘോഷങ്ങളിലാണെങ്കിലും ഒക്കെ ഒപ്പം വേദി പങ്കിട്ടിരുന്നവർ. കഴിഞ്ഞ ദിവസം 21-ന് നടന്ന സ്കൂളിൽ നടന്ന ഒപ്പന മത്സരത്തിൽ ഒപ്പനയ്ക്ക് അവിടെ മണവാട്ടിയായി വേഷമിട്ടിരുന്നത് ഐഷ യേസ് എന്ന് പറയുന്ന ഈ 13 വയസ്സുകാരിയായിരുന്നു. അവൾക്കൊപ്പം ഒപ്പനയിട്ട് നൃത്തം വെച്ചവർക്ക് തന്നെ ഇന്ന് അവളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുകയാണ്. ഒക്കെ അതുപോലെ തന്നെ മരിച്ച വിദ്യാർത്ഥികളേറെയും പരസ്പരം പരിചയമുള്ള അടുത്തിടപഴകുന്ന കുടുംബങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളുടെ മക്കളാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട അജന എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ എളാപ്പയുടെ മകളാണ് മരിച്ച ഇർഫാന. ഇത്തരത്തിൽ അത്രയധികം കുടുംബ ബന്ധങ്ങളുള്ള ആത്മബന്ധങ്ങളുള്ള അടുത്ത അയൽവാസികളായിട്ടുള്ളവരും 500 മീറ്റർ ചുറ്റളവിനുള്ളിലെ 4 വീടുകളിലാണ് ഒരേ ദിവസം തന്നെ ഇത്തരത്തിൽ നിരക്കാത്ത കണ്ണീരും നിലവിളിയും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ആ വേദന അവർക്ക് വിദ്യാർത്ഥികളൊക്കെ നിയന്ത്രണം വിട്ടു പോകുന്ന അവസ്ഥയാണ്. ശരിയാണ്, ആ കാഴ്ചകൾ വല്ലാതെ ഹൃദയത്തിൽ തട്ടുന്നു അഷ്കർ.